കഴിഞ്ഞോ? അല്ല നെറ്റ് എടുത്ത പൊതുവെ സ്പീഡ് കുറവാണ്. ഇവിടുത്തെ നെറ്റ് ഇത്ര കിട്ടും. രണ്ടേ ഒന്നിട്ട് ഞാൻ പറഞ്ഞില്ല കളിമാറ അത്ര ടൈം കൊണ്ടു. പ്രഷർ വന്നി, നല്ല പ്രഷർ വന്നിപ്പോ. കമന്ററി ഇല്ലാത്ത ഐ.എസ്.എൽ ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വേണേ കളി മുന്നാടിരുന്നാണ്. എന്റെ വേണേ മുന്നാടിരുന്ന് കളിയാണ്. കളി ലൈവ് സ്റ്റാർട്ടല്ലേ പോ? ഇങ്ങോട്ട് വരാൻ പറ. ഹലോ 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 പറയ്. കോള് വരുന്നില്ല. ഹലോ ഇല്ല ഇല്ല ബ്രോ ഹലോ ഹലോ സായി, അതെ നിങ്ങൾക്ക് അയച്ചോ? ഏടുന്ന് അയച്ചാനാ? പാരഗണാ അടലിൽ നെറ്റ് റേഞ്ച് കിട്ടും. എനക്കിപ്പൊ കാണുന്നില്ല. ഞാൻ 24 ലൈവാ. കാണുന്ന സ്ഥലത്ത് നെറ്റ് കിട്ടില്ല. എന്ത് പാരഗണാ? നമ്മ പോയാലോ? ഒരു 7 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? ഈ കളിപ്പ കഴിയോ? ഒരു 7 മിനിറ്റ്. രണ്ട് വന്ന് കേരള 2. ഇപ്പൊ അത് കളിയൊന്നും ആവേശമായിരുന്നു. ആരെങ്ങാനും വൈഫൈ കിട്ടിയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടോ? രാഹുലല്ലേ? സെക്കൻഡ് ബോളല്ലേ? രാഹുൽ പോലെ മലയാളി രാഹുൽ ഇപ്പൊ കളിക്കുന്നില്ല. രാഹുൽ നാഷണൽ ടീം കളിക്കാൻ സോനെ കാണാത്ത കറക്റ്റ് രാഹുല് ഇപ്പൊ കണ്ടില്ലേ? എന്താ പറയുക, മുറിയതല്ലേ? മഴ സീൻ തന്നെയാണ് കേട്ടാ. എന്താക്കി മാത്രം പോയി ഇത്ര നല്ല വൃത്തി ചെയ്താ. പുറത്തു വാ. ഇതടിക്കലല്ലേ? ചേച്ചല്ലേ? കാർഡ് വേണ്ടേ? അല്ല കാർഡ് ഉണ്ടെങ്കിൽ പുറത്ത് നോക്കാൻ കഴിയില്ലേ? കാർഡ് കൊടുത്തു.
നീ ഇത് കാണിക്കാനും വിളിച്ച ഈ കാർഡ് കഴിയുമ്പോണ്ടായ പോരെ. നീ കാർഡ് ഇട്ടിട്ട് ഈ കളി കാണട്ടെ നീ കൂടി. ഓ 2023 കൊണ്ടുവന്നേന്ന് അവന് പരിപാടി എന്നാ അവനെ 2023 എത്തിച്ചോടാ. ശരിക്കും എത്തിച്ച് ഞാൻ എത്തി. എന്താ ഫുഡ് കഴിക്കാൻ പോയ പ്ലേസ് വരുമ്പോ നമ്മുടെ ഉണ്ടാവില്ല. ഫുഡ് കഴിക്കാൻ പോണ്ട. അനക്ക് ഫുഡൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഉച്ചക്ക് എന്താ ബിരിയാണി ഹാഫാക്കി ഞാനും ബേബി ചെയ്യുന്നു. കഷ്ടം അല്ല കടക്കാൻ എങ്ങനെ എവിടെ കടക്കാന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ചങ്ങായാണ്. ചങ്ങായ എങ്ങനെ ഉറങ്ങണം എന്നാന്ന് എപ്പ എവിടെ പോയാലും ആലോചിക്കുന്ന അവസ്ഥ. അടാ അടിച്ച് ആ ചേച്ചി പെട്ടെന്ന് ഗോൾ അടിച്ചെന്ന് അവര്. അരമണിക്കൂർ കൊണ്ടൊന്നും എത്തൂല. ആടെ കൊറേ പരിപാടി ഉണ്ടാവൂലേ. അപ്പൊ എന്നാ ചെയ്യാ? ഇവൻ പോവാൻ പറയുന്നില്ല, സായി പോവാൻ പറയുന്നില്ല. എത്തൂലോ എന്നാ അവനോട് പറയാറ. പ്ലേസിനെ കണ്ടിട്ട് പോവാന്ന് പറ. പ്ലേസിനെ കണ്ടിട്ട് പോവാന്ന് പറ. അവിടെ പറ നമ്മള് പ്ലേസിനെ കണ്ടിട്ട് വരാന്ന് പറ. അവിടെ എനക്ക് ലൂണാനെ മീറ്റ് ചെയ്യണ്ട്. ശരിക്കും കഴിയോ? കാണാൻ കഴിയോ? ആ ഇങ്ങ പറഞ്ഞിട്ട് വേണ്ട. ഇങ്ങ ഡിപ്പെൻസ് തന്നെ പറഞ്ഞാൽ മതി. ഉറപ്പ് അറിയണ്ട. വൈഫിന്റെ എല്ലാം ഉറപ്പ് വിചാരിച്ചിട്ട് പോയിട്ടാ നമുക്ക് പണി കിട്ടിയ. ഇത് കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിൽ ആരാ വിളിക്കുന്നത്? ആരാ ആ പ്ലേസ് എത്ര നേരം കൊണ്ട് എത്തൂടാ? അല്ല ഇപ്പൊ എത്തുമല്ലോ, അരമണിക്കൂർ കൊണ്ട് എത്തുമല്ലോ. 1 മണിക്കൂറാ? ആ നമ്മ എടാ നമ്മക്ക് പ്ലേയേഴ്സിനെ കാണുന്നുണ്ട്. നീ എല്ലാരും കണ്ടല്ലേ? ഞാൻ ഒരാളെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. എന്നാ കണ്ടിട്ട് കാണാം. ആ ഓക്കെ നീ കഴിച്ചോ. ചാർജ് എത്താൻ നോക്ക്. എടാ ഈ ഫോൺ ചാർജ് എത്താൻ വെച്ചോ. ഈ ഫോൺ ചാർജ് എത്താൻ വെച്ചോ. പെട്ടെന്ന് ഇപ്പൊ തന്നെ നോക്ക്. എല്ലാരും ഒരേപോലെ ഇതാക്കി നോക്കിയാല്. ശേ ആടെ ഉണ്ടായതിന് നൈസേനു അല്ലേ? അല്ല ഇതില് ബാംഗ്ലൂരിന് ഡ്രസ്സില്ല. ഒറ്റ ബാംഗ്ലൂർ ആരുമില്ല. വിളിച്ചിട്ട് കിട്ടണ്ടേ? അതേ അവസ്ഥ നിങ്ങൾ ഇന്നെ വിളിച്ചില്ലേ? അതേ അവസ്ഥ ഞങ്ങളെ വിളിക്കുമ്പോ ആരെ വിളിച്ചിട്ട് കിട്ടണ്ടേ? നമ്മ വിളിച്ചു ഇത് കോൾ എടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എല്ലാരും കളിയാക്കി ലാസ്റ്റ് തന്നെ വിഎസിമ്മനെ വന്നത്. എല്ലാരും വിളിച്ചിട്ട് ചെയ്യാം. ജിയോ ഒന്നൊരു മനുഷ്യനാണ് കിട്ടിയിട്ടില്ല. ജയിച്ചോലോ ജിയോ എടുക്ക് വിളിച്ചിട്ട് കിട്ടി വിഐ. ആദ്യമായിട്ട് ഡബ്ല്യൂ എടുത്ത് ആദ്യമായിട്ട്. മുന്നേ സിം ആടെ പോലെ വി ഐ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ യൂസ് ചെയ്യാത്ത സിമ്മാണ്. അതാണ് മുന്നേ യൂസ് ചെയ്യാം. നമ്മളെല്ലാരും ജിയോ എയർടെലായിരിക്കും. എല്ലായിടത്തും ജിയോ എയർടെൽ തന്നെ ആണ്. ഇവനെപ്പോ വി ഐ എടുത്തിട്ട് നടക്കുക. കൊച്ചിക്കാര് ജിയോ ആണ്. ജിയോ അല്ല നീ കൊച്ചി ആക്സന്റ് ട്രൈ ചെയ്യുന്നുണ്ടോ? പക്ഷെ എനിക്ക് കാണുന്നില്ല. കൊച്ചി ഭാഷ നീ എന്താ എനിക്ക് കാസർഗോഡ് ഭാഷ അറിയാം. 2 ദിവസം അഞ്ചാറ് കൂടി കാസർഗോഡ് ഭാഷ വായന്ന് പോകുന്നു. അങ്ങനെ എനിക്കറിയാം. നീ എവിടെ സ്ഥലോ? ഒരു ദിവസം കൊണ്ട് പച്ച കാസർഗോഡ് ഭാഷ.
നീ എന്താ ലോക്ക് ഇതാക്കുന്നത്? നീ ലോക്ക് ചെയ്ത സൈലുണ്ടോ? ഇന്നെന്തിനാ ഇതാക്കുന്ന ലോഗിൻ ചെയ്യുന്നത്? ഓ ഇപ്പൊ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാ? ലോക്ക് ചെയ്യുന്ന അങ്ങനെ കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നുമില്ല. അറിയുന്നവർ വന്ന് കണ്ടാ മതി. എല്ലാത്ത കളവന്മാർ വന്നിട്ട് നമ്മക്ക് തന്നെ ചൊറയാവും. മനസ്സിലായോ? ഇത് അറിയുന്നവർ ഇല്ല ഇല്ല ഇല്ല. അത്യാവശ്യം ഒരു തലയുള്ളവനെല്ലാം ലോക്കോ എന്തായാലും ലോക്കൽ ഇവിടെ വന്ന് കാണണമെങ്കിൽ അത്യാവശ്യം തലയുള്ളവരായിരിക്കും. എന്തായാലും ടൈപ്പ് ചെയ്യാൻ സ്പെല്ലിംഗ് പോലും അറിയാത്തവർ എന്തായാലും ഇവിടെ വന്ന് കാണണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്നാ അത് എന്റെ അഭിപ്രായത്തിൽ അത് നിന്നെ പോലെ തട്ട് ടീംസ് ആയിരിക്കോടാ. 2005 ടീമായിരിക്കും. 2005 ഓൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ എന്റെ മുകളിൽ നീ ഇരുന്നിട്ട് ഇപ്പം വന്നിനി. എടാ ഓ ഇന്നോവയാ. ഓ ഇന്നോവന്റെ ഇത് ഹൈറ്റുള്ള വണ്ടി നോക്കി വിട്ടിട്ട് കുറ്റം പറയുന്നുണ്ട്. അതിൽ തന്നെ കുണ്ടി താക്കുകയും ചെയ്യും. പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, നമുക്ക് ഇന്നോവ കത്തിച്ചാലോ? ഇന്നോവ കത്തിച്ചാലോ? അതെ ഇതൊക്കെ ഈ റൂം കത്തിച്ചെത്ര വിഷയം മൊത്തത്തില്? ഈ റൂം കത്തിച്ചെത്ര വിഷയം? വണ്ടിനെ പറഞ്ഞ എന്ത് പറഞ്ഞാലും പ്രശ്നത്തിലൊന്നും തീരില്ല. പക്ഷെ ഇതൊക്കെ ഇവനാ ഇതിനകത്തിട്ട് കത്തിക്കും ഞാൻ. അതിനെന്താ വെച്ചാൽ നോക്കി നമുക്ക് വണ്ടിനെ പറഞ്ഞിട്ടില്ല. എന്തോ ചെലപ്പോ ഇവന്റെ ഓളയാ പിടിച്ചു കൊണ്ടുപോയാലോ. പിടിച്ചുകൊണ്ട് തമാശ കളിക്കല ഇല്ല ഇല്ല ഗ്ലാസ് ഒളിച്ച് അപ്പുറത്തേക്ക് പറയോ വീണാ പോട്ടി വെറുതെ. ഇതെന്തൊരു പിരാന്തരാന്നത്. ഞാനാ വർത്തേക്കില്ല. അല്ല ബീച്ചല്ല ഇവൻ വീണ് ഇവന് ഇൻഷുറൻസ് എടുക്കുമ്പോ ആദ്യം അറിയാലോ. വേണ്ട നഷ്ടം എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും. എന്താടാ എടാ ഏടേക്ക് എന്താ സാധനം എന്തെങ്കിലും ചെയ്യണോടാ. എടാ എന്തെങ്കിലും ചെയ്യാനുള്ള വകുപ്പുണ്ടോ? പാൽപ്പൊടി ഒന്ന് എരിയുമ്പോഴൊന്നും അറിയൂ. നിനക്കറിയില്ല എന്ത് ലൂസാക്കാൻ? തമാശല്ല ഇതെന്തുവായി? നേരാക്കിതാ എടാ ഒന്നും ആവൂല. ഇതെന്തായത്? അടി നേരാക്കിതാ. അടക്കഴിഞ്ഞില്ല അടി നിന്ന് സംഭവം. അടി നേരാക്കിത്താ. അടി നേരെ ആവുന്നില്ല. തമാശ നേരാവുന്നില്ല. അടി നേരാന്നില്ല. അവിടെ നീയാക്കി നേരാക്കി തന്നെ പോയാ മതി. നീ നേരാക്കി തന്നെ പോയാ മതി. ഇതാ എനക്ക് നല്ല കിടിലം പോസ്റ്ററുകളാണ്. എനക്ക് കിടിലം ഒന്ന് കാലിന് പയറൊടിയും കൊയ്ത്തൊടിയും. ഇല്ല ഒരു മനുഷ്യന് കാണിക്കാൻ കഴിയില്ല. കാണിക്കാൻ കഴിയില്ല. മൂന്ന് പേര് എങ്ങനെയാണ് തരാ? ഇതാ കറക്റ്റ് കാണിച്ചോ. എടാ ഇതൊക്കെ കറക്റ്റ് കാണിച്ചോ. നീളം വെച്ച വശം എടാ ഞാൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് നോക്കിയാ. നീ എന്റെ പോസ്റ്റർ നോക്കി അടിപൊളിയാണ്. തന്നെ നേരാക്കാൻ എന്താക്കാൻ പോകുന്നത്? പെടലി ഉടുക്കും ഇപ്പൊ ലാസ്റ്റ് എല്ലാം കൂടി. സഫം ബ്രോ നിങ്ങളല്ലോ റൂം എടുത്തിട്ട്
ഇന്ത്യയിലല്ല സിഗരറ്റിന്റെ അല്ല ഷാഹിന്റെ അല്ല. അല്ലല്ല അനിരുദ്ധിന്റെ പേരിലാണ് ഇവരുടെ ഇന്ത്യയിലെ room ഉണ്ട്. എന്നാ നീ എന്താ ചെയ്തു? കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ജയിലിലേക്ക് സോപ്പിന്റെ പേരെന്താ പറഞ്ഞത്? ഡിയോണിയാ. ഡിയോണി കമ്പനിന്റെ ഷെയർസെല്ലാം വാങ്ങാൻ വേണ്ടി ജയിലിലേക്ക് പേര് എടുത്തിട്ടുണ്ട്. റൂം അനിരുദ്ധിന്റെ പേരിലും സിഗരറ്റിന്റെ പേരിലേക്ക് വരില്ല. അല്ല പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ ഡിയോണി എന്നുള്ള പേര് അതാണ് അതിന് ഐസായിട്ടാ അതിന് ഐസായിട്ടാ കട്ടാതെ തിരിച്ചു വെച്ചിട്ട് കിട്ടുന്നില്ല. പല കളികളും ഇതൊരു പ്രൊഫഷനാണ്. രാവിലെ വിളിക്കാൻ കഴിയും. രാവിലെ മൂസങ്ങളോട് തന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഡാൻസ് കളിക്കും. അല്ല അവിടെ ഡുവറ്റ് ഡാൻസ് അടിപൊളി സ്റ്റെപ്പ് ഇടേ. കാലിക്ക് ആവേശം മൊത്തം തലക്കെട്ടാൻ പോയ കയ്യെല്ലാം പോയാണ് വെറുതെ പിരാന്തായത്. ഒന്നിന് 10 രൂപ കൊടുത്ത് വാങ്ങിയതാ. എടാ നീയില്ലേ അതിന് എന്തെങ്കിലും തിന്നാൻ കൊടുക്ക. കാട് ഇങ്ങനെ നിരകിക്കാണ്. ഇവൻ പറഞ്ഞു ഇതവന്റെ പ്രൊഫഷൻ ആണ് കൈറോപാറ്റ. എന്താ കൈറോ എന്തത് കൈറോ ആ അത് കേട്ടിട്ട് ഇവൻ അതെന്നാ തിന്നുന്നതാണോ അങ്ങനത്തെ ഒരുത്തനാണിത്. എങ്ങനെ എന്തെങ്കിലും അതിന്റെ വായിൽ കുത്തി കയറി കൊടുക്ക്. എടാ പാൽപ്പൊടി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, വെള്ളമുണ്ട്. പറ്റൂല ഒന്നും പറ്റൂല. എടാ എന്തിനാണ് ഇവരെ കൂട്ടീനി? എന്തിനാണ് കൂട്ടി? നമുക്കൊരു പാഴ്സലോ അറിയില്ല കൃത്യമായിട്ട് അറിയില്ല. ഇതൊക്കെ നോയിക്കോ. ഇവരെ തീറ്റന്റെ ബില്ല് മാത്രം തിരിച്ചു പോകുന്നത് കൈമീൻ 2.5 ലക്ഷം രൂപ നഷ്ടാക്കിട്ടാണ് അന്നെ ഏടെ കൊണ്ടുപോയാലും 10 പൈസ വാങ്ങാണ്ട് സ്നേഹം വാരി ഉദർന്നേറ്റ് വന്നിട്ട് അന്നെ നഷ്ടത്തിലാക്കുന്ന ലൊട്ടേന്ന് പറയുന്നത്. ആ തമാശ അല്ല, കാര്യമാണ്. അന്നെ എല്ലായിടത്തും കൊണ്ടുപോ. എന്നിട്ട് അവരോടെല്ലാം പറയും സ്നേഹം മാത്രം മതി, പൈസ വേണ്ട. ഞാനിപ്പോ കുത്തുകാളെ ഓൾറെഡി 2.5 ലക്ഷം കടത്തിലാണുള്ളത്. അതിന്റെ മുകളില് ഒന്നും പറഞ്ഞു. ഇപ്പൊ 2251 രൂപ 73 പൈസ ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരും. കാണാന്ന് പറയുന്നത് ഫുഡ് തോപ്പില്ല 2251 രൂപ 73 പൈസ അടക്കോർവുണ്ട്. ഇന്നലെ മിന്നാന്ന് 97,000 രൂപ ഉണ്ടായി. തീർത്തോ ഇന്നലെ S23 അൾട്ര എടുത്ത് എടുത്തോ അകലെല്ലാം എടുത്തതാ. ഇവിടെ ഉണ്ടല്ലോ അതാ പൊട്ടിക്കണ്ടേ പൊട്ടിക്കണമെന്ന് പാടിയൊന്നും പറഞ്ഞു കൊടുക്കില്ല. ചില ലൈവിൽ ആരെങ്കിലും ബോഡി ഷേവ് പൊടിച്ചറിയും. എന്തൊക്കെ വരും എടുത്ത് ഇങ്ങനെ പെന്നുണ്ട്. രാവിലെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഇത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. എടുക്കാ കുത്ത പൊട്ടുനോക്കാം നമുക്ക്. അള്ളാടിന്റെ കൂടെ ഫോൺ വയ്പ്പിക്കും. ഇത് അവന്നുണ്ടാവില്ല, അറിയില്ല. ഇൻഷുറൻസ് ഇട്ടാ മതി. അതല്ലേ സീൻ സെറ്റപ്പ് ഉണ്ട് ഇതില്. ഇല്ല ബ്രോ ഉറക്കാൻ കുത്തിനോക്കാം പൊട്ടുനോക്കാം നമുക്ക്. നോട്ട്സ് എടുക്കാം. ഹലോ, ഇത് ഐഫോണിന്റെ കോപ്പി. നോട്ട്സ് എടുക്കാം. അല്ല ഒന്നുകൂടി പെണ്ണയിലും ഒന്നുകൂടി എടുക്കാം. അല്ല ഇതാരാണ് ആള്? ഒരു മിനിറ്റ് നിന്നെ പരിചയപ്പെടാൻ പറഞ്ഞത്. എന്റെ പേരെന്താ? നിഷാദ്. നിഷാദാ? എന്റെ പേരെന്താ അറിയോ? നിഹാദ്. കയ്യെന്ന് പറ്റി പിടിക്കുന്ന ഇല്ലടാ. ഇവന്റെ കൈ നിഷാദ് എന്നല്ല പേര് പറഞ്ഞ. ഇതിങ്ങനെ പെറുങ്ങനെ ടച്ച് അങ്ങനെയല്ല, തൊടേണ്ട ആവശ്യം. ഇത് ശരിക്കും അതിനുള്ളതല്ല, ചില്ല് പൊട്ടിക്കാനാണ്. പുതിയൊന്നും പഠിപ്പിച്ചു കൊടുക്കല. ഇവ എങ്ങനെയെങ്കിലും ഒരു നഷ്ടക്കച്ചവടം. ഡിസ്പ്ലേ പൊട്ടും. ഇൻഷുർ എന്നാലും പൊട്ടിയ പ്രശ്നമില്ലല്ലോ. നോ പ്രോബ്ലം. ഇവ പൊട്ടിയാലിത് ഇതൊന്നും പറയില്ല. എന്താ പോകണോ എടാ മോനോ ഞാൻ പറയടാ. എടാ എന്റെ ഡിസ്പ്ലേ പൊട്ടിയടാ. എങ്ങനെ ലൈവില് വെറുതെ കുത്തി നോക്കിയാ പൊട്ടി. കൂളായിട്ട് പറയൂ. ആ കാരണം അതിന് ഞാൻ ഇപ്പൊ ബ്രോക്കാണ്. ഞാൻ ചിന്തിക്കാണൊന്നും ചെയ്യും. എന്തിന്റെ ബ്രോക്കറാണ്? ബ്രോക്ക് ഫൈനാൻഷ്യലി ബ്രോക്ക്. ഞാൻ ഇത് എടുത്തില്ലേ, എന്റെ ഇപ്പൊ പൈസ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഞാനൊന്നും പൊളിക്കൂല. നീ പേടിക്കണ്ട. അമ്മ വീട്ടിലെ 2 PC അവിടെ ബാക്കി ഉണ്ടാവുന്ന പറയുന്നത്. ആ ഉണ്ടാവും. ലൈവില് ഗിഫ്റ്റ് ചെയ്യും. എന്ത് ഗിഫ്റ്റ് ചെയ്യും? എടാ എന്റെ വാങ്ങാൻ പൈസ ഇല്ല. മോഹൻലാൽ അടിച്ചോണ്ട് പോകല്ലേ? പൈസ ഇല്ല. സത്യം പൈസ ഇല്ല.
ഇതിനെത്രയാ 600? 1195. ആ 1100. ചിന്തനെക്കാട്ടും വെയിറ്റ് അല്ല ഇവൻ പിടിച്ച ഓർഡറിന് മാത്രം വാങ്ങാൻ പൈസ കൊടുക്കണ്ടേ? അവിടെ ആൾക്കറിയാം ഇവനെ പോകുന്നില്ലെങ്കിൽ അടക്കണ്ടേ? നിങ്ങളെ കിട്ടിയത് പിന്നെ ഭാഗ്യം. അതെ. ഇതാണോ ഫൈനാൻഷ്യലി ഭാഗ്യം തന്നെ. സേവനത്തിന്റെ മുകളിൽ കമ്പനി നഷ്ടാക്കുന്നവരാണ്. 2500 എന്ത് 2500 ഫുഡ് വന്ന് വെച്ചാൽ മതി. ഇങ്ങോട്ട് വന്ന് വെച്ചാലോ? എങ്ങനെയായാലും പക്ഷെ നമുക്ക് ആദ്യം പ്ലേസിനെ കാണും. അതൊന്നും നടക്കില്ല. നേരത്തെ പറഞ്ഞത് ക്യാമറ ഒന്ന് പോലെ പോയി എടുത്ത് കണ്ടു പോലെ ദൂരത്തുനിന്ന് ക്യാമറ ലൈവ് കൊണ്ട് പോകാനിട്ടാ. അതെല്ലാരും ലൈവ് കൊണ്ടുപോല. എല്ലാ പ്ലേസ് ഒക്കെ അടിയുണ്ടോ? കേക്ക് കട്ടേ വരും. വന്നെങ്ങനെ അറിയാം? വന്നാ കൂക്കലും വരും കേൾക്കൂല. ഇല്ല, ഞാൻ വെറുതെ ഒച്ച പുറത്തൂല. അതന്നെ അവിടെ പുറത്തു പോരാ. അവിടെ റോട്ടിൽ പോണ എന്താച്ചാലും പുറത്തു പോരാ. ആ വണ്ടി പോണ ഒച്ച കേൾക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇവരില്ല ചെവി എത്തിക്ക ഒരു സിമ്പിൾ എന്തോ വരുന്നുണ്ട്. ഞാനില്ലേ ഓടില്ലേ അനക്കാവൂലേ? രാവിലെ തുറക്കാൻ കഴിയാത്തതാ. തുറക്കാൻ കഴിയാത്തതാ. ആയതാ. അതാണ് ആളെന്ന് തുറക്കാൻ കഴിയുന്നു. അവിടെ സ്വിച്ച് തുറക്കും. സംശയം കൊണ്ട് ചോദിച്ചാ ഇവൻ നാളെ രാവിലെ തുറക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാണിച്ചു കൊടുക്കുന്ന സഫാനെ തുറക്കാൻ കഴിയൂല. നാളെ രാവിലെ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരും. അന്ന് ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊണ്ട് പോവോ? അന്ന് ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊണ്ട് അതൊന്നും പോവോ? ഉണ്ടാവൂല. പെട്ടിയിലാവും വീണ. ഇവിടെ അങ്ങോട്ട് വീണാലേ കൊട്ടി പോലെ ആക്കാണ്ടല്ല. അത് ഉണ്ടാവോ? പൊറക്കാണ്ടാവോ? പൊറക്കണ്ടാവല്ലേ? തിന്നാൻ കിട്ടിയാലോ നീ ഇങ്ങനെ എനിക്ക് ഉറങ്ങണം തിന്നാണ് ഇതെല്ലാം തന്നെയല്ലേ. നീക്കട നീ ഉറങ്ങണ്ട. എടാ എനക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല. നീ ഉറങ്ങണ്ട. എനക്ക് 24 hour എടാ ലൈവ് പോയോ? എനക്ക് 24 hour ഇതാക്കണം. ഞാൻ ഇന്ന് ഉറങ്ങൂല. അപ്പൊ നീ ഉറങ്ങണ്ട. ഇവൻ ഉറങ്ങിക്കോട്ട്. നീ ഉറങ്ങണ്ട. ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ക്യാമറ ഓടിക്കാൻ കേട്ടോ. ഓന് ഉറങ്ങാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് പോറി പോലെ. നീ എന്താക്കുന്നത്? ഇല്ല ഉറങ്ങാൻ കാത്തിക്കുന്നു. നീ ഏത് വണ്ടി ഓടിച്ചിനി? അത് പറ. അത് ഞാനല്ലടോ. സമയം ഞാൻ ഓടിച്ചിനി. ഞാൻ അതൊക്കെ എനിക്ക് എത്ര ഓനിക്കുണ്ടോ? എനിക്ക് 19 വയസ്സുള്ളൂ. എന്റെ ഗിഫ്റ്റ് വേണ്ടടാ. എന്താ ഫോൺ എടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ട? പിന്നെ ട്രിമ്മറാണോ? ട്രിമ്മർ ഉണ്ടോ? ഞാൻ താഴെ എന്നെ വിളിച്ചാ മതി. ട്രിമ്മർ ഉണ്ട്. ഇല്ല ഇല്ല അതിലൊന്നുമില്ല. ട്രിമ്മർ ഉണ്ടോ? ഞാൻ ഒച്ചപ്പാടാക്കട്ടെ. ഒറ്റപ്പാടാക്കാനില്ല. നിന്റെ അടുത്ത് പുറത്തു വിടൂല. മച്ചുവിനടുത്ത് വീഡിയോ അയച്ചു. അത് കണ്ടോട്ട് ലൈവ് കണ്ടോട്ട്. പക്ഷെ എന്നാലും നമ്മൾ കത്രികോടെങ്കിലും കൊടുക്കണം. ബർത്ത്ഡേ ടാങ്കിൽ കൊടുക്കണ്ട. എല്ലാ താടി കൊണ്ടെടുക്ക. താടി തന്നെ വെറുതെ. ഈ റൂമിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. ഇത് നീ എത്ര കൊല്ലായിട്ട് വളർത്തുന്ന താടിയാണ്? ഇതാ ഇതും കൂട്ടി 7ാമത്തത്. ഏകൊല്ല നല്ല ആകെ 7 മാസം പോലും ആയിട്ടില്ല. എടാ കഴിഞ്ഞ മാസം മുറിച്ചാടാ. ഏത് ഫോൺ ഗിഫ്റ്റ് ഒന്നല്ല 2 Just മാസം എന്തായാലും ആയി. ഒരു 1.5 മാസത്തിനുള്ളിൽ എന്തായാലും മുറിച്ചു തരും. എന്നാ പിന്നെ ലാസ്റ്റ് പരിപാടി എങ്ങനെ നോക്കേ കൊത്താണോ മുറിച്ചതാ. കൊത്താണോ ഇത്ര 2 മാസമായിട്ടുള്ളൂ. കത്തി അത് കുളിക്കണം. ആരെങ്കിലും കൊണ്ടെടുത്താ മുണ്ടതാ വണ്ടിയില മുണ്ടൊന്നും ഉണ്ടാവില്ല. അവന്റേതായ മുണ്ടും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ഞാൻ പോന്നെ. അതായത് ബാഗ്
നിങ്ങളെല്ലാം അവിടെ കൂടി എല്ലാ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ട് നടക്കുന്നില്ല ഞങ്ങൾക്കെല്ലാം പോയി ഫുഡ് പാടി നിങ്ങൾ കൊണ്ടുവരുന്ന പുറത്തേക്ക് അങ്ങനെയല്ല നിങ്ങളല്ലേ പറഞ്ഞു ലൂണെല്ലാം കണ്ടിട്ട് നമ്മ ഓർഡർ ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്ത് എത്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരും കൊച്ചുമ്പോഴാ ഏറ്റവും കൂടുതൽ എടുക്കാറില്ല കണ്ടാ പറയില്ല എനിക്ക് എത്ര പറയില്ല പിള്ളേരും പറഞ്ഞു 19 കാര്യത്തില് അല്ലാണ് അവർക്കാണ് മനുഷ്യൻ 19 മനസ്സിൽ വെച്ച് ഉണ്ണി മോത്തിക്കൊന്ന് നോക്കൂ അതിന് 19 വയസ്സുള്ള ഇങ്ങനെ 20 എനിക്കോ 22 ഇതിന് 24 എത്ര 24 42 വയസ്സാണ് 25 ആണോ നോക്കണ്ട എടാ എനിക്ക് 19 ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങളെ ഉത്തരവാദിത്തം കാണിക്കിട്ട് നിങ്ങളെ നിക്കാ കേൾപ്പിച്ചോട്ടില്ലേ ആരാ? എത്ര വയസ്സുണ്ട് പറയൂ? 19 19 ആ നിങ്ങൾക്കോ കാര്യം ചോദിച്ചാ എടാ എത്ര വയസ്സുണ്ട് 19 വിശ്വസിക്കും എത്ര വയസ്സ് വിശ്വസിക്കൂല സത്യം പറഞ്ഞ 29 വയസ്സ് കഴിഞ്ഞ് 29 വയസ്സോ 30 വയസ്സ് ഇന്ന് ഇവന് 36 വയസ്സാകുന്നു ഇവരെത്ര പറഞ്ഞത് അപ്പൊ 19 നിനക്ക് 19 19 ഉളുപ്പുണ്ടാവും വിശ്വസിക്കോ ആ 12 കൊല്ലം മുമ്പ് 19 ആ എനിക്ക് 19 ആർക്കാണ് വിശ്വസിക്കോ ഫേക്കാ ബാഗ് കൊടുത്തു 32 വയസ്സുണ്ട് ഹായ് ബ്രോ അല്ല നീ ആരാ എന്ത് സജൽ താജ അൽതാജ് അൽതാജ ഒന്നും കൂടി വിളിച്ച നീ പറഞ്ഞ വിളിച്ച ഒന്നുകൂടി വിളിച്ച ഒച്ച ഇത് ഓപ്പണായിടാ ബാത്റൂം ഓപ്പണായി ഈ സാധനം റോളായി മുകളിലേക്ക് കയറിയതാ കണ്ടാ താണ്ട നീ കുളിക്കുന്ന കാണാ കേറി കുളിക്കും അത് ഓർക്കുക ഒക്കെ ചേഞ്ച് അവരിപ്പോ ചേഞ്ച് ചെയ്യും എന്നാ ഓക്കെ നീ കുളിച്ചിട്ടുണ്ട് അനക്കൊന്നും വിളിക്കാം ലൈവ് ഓട്ടെ അവനെ കുളി ലൈവാക്കാനാ കുണ്ടി നഞ്ചി ഉണ്ടോ പൊന്തിക്ക് എന്നിട്ട് നീ അവിടെ കുളിക്ക് എടാ മാരേട്ടാ അനക്ക് കുളിക്കണം അല്ലെ വേറെ എന്താ അടങ്ങാറാക്കണം കുളിക്കണം എന്ന് മനസ്സിലാകുന്നില്ല മുന്നിന്റെ കുളിച്ചീനെ മുന്നിന്റെ ഇവന്റെ കുളിച്ചീനുണ്ട് ഇപ്പൊ ആ എന്റെ ഉപ്പാന്റെ വിളിച്ചേര് എടാ ഇവരെല്ലാം എന്താടാ ഈ കൂടി നിൽക്കുന്നത് എടാ എനക്ക് ബാത്റൂമിൽ പോണം എനക്ക് കുളിക്കണം തൂറണോ ഇറങ്ങിക്കോ എടാ പൊങ്ങിന എടാ ചില്ലു എന്തിന് എടാ എന്റെ സ്പീക്കർ കൊടുത്തോ ഞാൻ ഗൂഗിൾ പേ അയച്ചതാ ആര്? ഒരു രണ്ടാമത്തെ ആളെന്നെ വിളിക്കും ലൈവ് കണ്ടു ഫേമസ് ആയി കേട്ടാ ഇന്നെ ഇന്നാ ഇത് Ready to pay. Your device is ready to pay. എടാ ആർക്കല്ല വിശക്കുന്ന ആർക്കല്ല ആർക്കല്ല വിശക്കുന്ന എടാ കുളിശീലിലെ വീഡിയോ എടുക്കുന്നതാടാ എന്ത് വീഡിയോ ആ വീഡിയോ എടുക്കുന്ന രാത്രി പോയിട്ട് നിഷാദ് വീഡിയോ എടുക്കുന്നുണ്ട് മോനെ നിഷാദേ ഇന്ത്യ ലൈവ് നീ പോയിക്കൊണ്ടിരിക്കും കോഴിക്കോടല്ല മലപ്പുറം പിന്നെ ഏകദേശം തന്നെയല്ലേ കോഴിക്കോട്ട് മലപ്പുറത്തിന് ബോർഡറാ വെറുതെ അല്ല സ്വഭാവം കേട്ടാ നടുക്കൊരു കുണ്ടനുണ്ടായിട്ട് എന്തെല്ലാണല്ലേ ചിരിയുണ്ടായി ചിരിയൊക്കെ എന്നാ ഓക്കെ എന്നാ വാ പോകാലോ. തൊപ്പി എന്നെ കൂടെ ഒന്ന് ഫേമസ് ആക്കി തരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടം തൊപ്പീനെ. ഞാൻ തൊപ്പിന്റെ ഒരു ഫാനാണ്. ഈ വോയിസ് ഇട്ടിട്ട് ട്രോളല്ലേ?
എടാ പട്ടി നീ എന്താ പറഞ്ഞ അനക്ക് ടേക്ക് പട്ടി നീ എന്താണ് പറഞ്ഞ ഇപ്പൊ എന്താടാ ഡബ്സിന്റെ പുതിയ പാട്ട് വെക്കണം. ഡബ്സിന്റെ ലാസ്റ്റ് അറിഞ്ഞ പാട്ടില്ലേ? ഡബ്സിന്റെ അല്ല, മലബാർ ഭയങ്കരമായിട്ട് പോകാൻ കൽബും കാട്ടി അത് കേട്ടില്ല. മിഞ്ഞാന്നറിയാൻ സീൻ സാധനം. ഇതല്ലാട്ടാ, ഇതല്ല, ഇത് വേറെ പാട്ടാണ്. കൽബും കാട്ടിയെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇത് നോക്കി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് പ്ലേലിസ്റ്റിലില്ലേ? എടാ ഓരോ പാട്ട് തുടങ്ങുമ്പോ പറയുന്നത് കേട്ടില്ല. നോക്കിയ ശ്രദ്ധിച്ചോട്ടെ അടുത്ത കാലം കേൾക്കുക. നോക്കിയ പറയുന്നത് നോക്കിയ പറയുന്നേട്ടാ. അതിന്റെ അടുത്ത് മറ്റേത് പറയുന്നുണ്ട്. മറ്റേ മലബാർ മറ്റേ ഇതിലെ തൽമാല മറ്റേ ആയ് 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 ആ സാധനം പറയുന്നുണ്ട്. നോക്കിയ മറ്റേ ബോക്സ് എടുത്തേ മറ്റേ ബോക്സ് പോയി കൊടുക്കല്ലേ. ഹലോ ഹലോ നിയാദേ, എന്റെ പേര് നിയാദേ. ഹലോ വീഡിയോ എടുക്കലാ. ഞാൻ ആദ്യമായിട്ടാണ് വാട്സാപ്പിൽ ഒന്ന് വിളിക്കുന്നത്. ചൂടാണല്ലേ? ചൂടുള്ളല്ലേ? കുറച്ച് ചൂട്. തണുപ്പാക്കല്ലേ, തണുപ്പ് ചെയ്യാം. ഇതെപ്പാന്ന് പറയുവാ? ഇതിപ്പോ കൂട്ടണ്ടേ? ഇല്ലെന്ന് അറിയില്ലല്ലോ. എടാ സാമാനം എടുക്കല്ല. എടാ പോടാ അപ്പുറത്ത് പോടാ. ഒന്നും കാണുന്നില്ല. ഒരു പൊടിമറ പൊലിപ്പിച്ച് തല്ലിപ്പിച്ച് നടക്കണ വിരുദ്ധരെ സാമാനം പോടാ. മഠേല് പുതുപട്ടയോട്ട ഹേതുവാചാരം പ്രവാചക പ്രഹസന കാപ്പട്ടി നാടക അത് ചെലുത്തുകയെന്ന പാപം അത് ചെലുത്തുകയും പലകാലം കലികാലം വ്യാജപരാധികാരത്തിൽ തിരമാലല്ലേ പൊരുതാതെ ഇന്ന് നീ പോവല്ലേ സത്യം ഈ നോവല്ലേ നാളിതുവരെ ഞാൻ കേട്ടതൊക്കെ ഈ മനസ്സിലും മെയ്യിലും ഏറ്റതൊക്കെ കൽപ്പന കേട്ടെന്നെ തനിക്ക് തിരികെ തരും ഞാൻ നേർന്നതൊക്കെ പാരിൽ ഒരു കാവിൽ ഒരു പൂരത്തിന് പോകാനായി പാടുന്നു
പകലുകളെല്ലാം പുടവ പുതച്ചൊരു പോഷനായി ഞാൻ ഇറങ്ങി കുനിഞ്ഞു വളഞ്ഞൊരു നടുനിവർന്നെന്ന കഥ മെനഞ്ഞവർ നടന്നകന്നിട്ട് പറന്നകന്നിട്ട് മറയത് ചേച്ചു ഇനി ചങ്കിന്റെ ഉള്ളിലെ ഇരുമ്പ് കടലിന് ഒരു കൈവഴി ഞാൻ വെട്ടാം ഈ ഒളി പെരുക്കിയെ ആയുധമാക്കി പോറ്റി പെരുപ്പിച്ചു വെക്കാം സൂചി മുന പോലെ മൂച്ച വെച്ചൊരു വാക്കുകളാലിഞ്ഞാവിൽ നിറഞ്ഞു പെരുത്തു പറക്കണ മസ്തക പക്ഷിയെ വേട്ടയാടി കറി വെക്കാം നായാത്തിനായുള്ള പോക്കാൻ നീ കാണാത്ത മാരി ഒരു പോക്കാൻ കാരിരുമ്പി കനമുള്ള നെഞ്ചകമായ ഒരു കൈ നോക്കാം ചാക്കിൽ പോമ്പ നാക്കിൽ നോക്കാം അത് പട 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 എന്നൊരു പോങ്ക സടകുട ഞെട്ടിയാണെന്ന് നോക്കി ഇനി കനലിൽ കുരുത്തൊരു കുരുപ്പിന്റെ വിപ്ലവ കാണാൻ വായോ തുരുതുരെ ഉതിരണ പെരിയുടെ മുഴക്കവും ഒടുക്കത്ത പകിട്ടതും പകിട്ടത്ത ശകടവും പൊട്ടുമുട്ടി പട്ട പെട്ടി പിടിച്ച തരാനൊരു പിടി പിടിക്കാനൊരു പോർവിടിച്ച പാവിലൊരു കാവിലൊരു കുഞ്ചത്തിന് പോവാനായി പാലൻ പല പരവെത്ര ജനവെത്ര നിറമെന്ന കൂട്ടി ഞാനും മുമ്പേ ഇത് കേട്ടോ താഴെ പോയി റേഞ്ച് എടുക്കുന്ന മൈക്കാണ് ഫോൺ അല്ലെങ്കിൽ കുത്താ ഫ്ലിക്കറിലുണ്ട് എല്ലാം സെറ്റാന്ന് വെച്ചാൽ ഡ്രസ്സില്ല തൊല്ലിട്ട് നടന്നോ ഇങ്ങനെ പോവാ ഇങ്ങനെ പോവാ ഡ്രസ്സിലാണ് ഇല്ലടാ ഞാൻ ഇട്ടൊരു കാണുന്നുണ്ടായിരുന്നു ആരാ ഇവനാ ഇവനാ അതിന്റെ വീഡിയോ കിട്ടിയ ഈടെ നമ്മക്കൊണ്ട് എല്ലാ സെറ്റപ്പ് ആക്കി തന്നെ അപ്പൊ കൊടുക്കണ്ടേ ഈടെ വന്നോട്ട് ഈടെ എല്ലാ സെറ്റപ്പ് ആക്കി റൂമിൽ നമ്മൾ എത്തിച്ചത് സഫർ അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്നേഹവാദം ഒന്ന് കൊടുക്കണോ സ്നേഹവാദം ഒന്ന് കൊടുക്കുന്നത് ഒരു റൂമില് കൊടുക്കണോ മോശം പറയാനല്ല താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ പറയുന്നത് ഇവന്റെ ഇന്നത്തെ രാത്രി കൊല്ലതാ തൊപ്പി അങ്ങനെ ഒരു കുഷ്ഠരോഗിയായി. ജസ്റ്റിസ് ഫോർ മുനു, ജസ്റ്റിസ് ഫോർ മുനു. ക്ലീൻ ഷേവ് മുനു എന്ന് പറയുന്ന ക്ലീൻ മുനുനെ ക്ലീൻ ഷേവ് അടിക്കാൻ പറഞ്ഞു. എടുത്തോ 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 എടുത്തോ
ഇത് കൊണ്ടുവരാന്നൊന്ന് മേത്തേരെ കിടക്കുന്നു ഇതേതാ പൊസിഷൻ നാലാൾക്കാർ ഓനെ പിടിച്ചിട്ടുണ്ടായോ അല്ല ഞാൻ മാറ്റി ഒന്നുമില്ല ഇടാ ഒന്നുമില്ല സാമാനത്തിലേക്കാ ഒരു വട്ട സാമാനാണ് ചെത്തിക്കളെ നമുക്കില്ലേ എടാ ഈ രാത്രി ഇതെല്ലാം തുറക്കുന്ന സ്ഥലം എവിടെയുള്ള സ്ട്രീറ്റ് ഫുഡ് അല്ല ബാബർ ഷോപ്പ് വീട്ടിൽ പോയി നമുക്ക് ലൈറ്റ്സിന്റെ അടുത്ത് പോവാ ലൈറ്റ്സിന്റെ അടുത്ത് പോവാ അടുത്ത ഫുഡ് ഇല്ല നടക്കൂലേ ലൈറ്റ്സിനോട് എല്ലാ ഷോപ്പും പൂട്ടി രാവിലെ എന്തായാലും അവിടെ ലൈറ്റ്സിനെ വിളിച്ചാൽ ലൈറ്റ്സിന്റെ അടുത്ത് എല്ലാ നെറ്റ് ടൂൾസും ഉണ്ടാവും ലൈറ്റ്സിനെ വിളിച്ചാൽ ഇവനോട് എന്തിനാണ് പറയുന്നത് ലൈറ്റ്സ് നമ്മളപ്പേ സപ്പോർട്ട് ചെയ്യോ ഉമ്മാവനോട് ഉമ്മാവ വേഷം കെട്ടി നൈറ്റ് റോഡിലേക്ക് ഇറക്കും അറിയാം കൊലയും പുറത്തിട്ട് ആൾക്കാരെ എന്തെല്ലാം ഇവന്റെ കാര്യം അറിയോ ഇവ ഫേമസ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ സ്ട്രീമിൽ ഉമ്മാവന്റെ വേഷം കെട്ടിട്ട് വന്ന് പർദ്ദയിലിട്ടിട്ട് ഉമ്മാവന്റെ സൗണ്ട് എടുക്കുക നല്ലത് എന്നിട്ട് ആ ഇത് എടുത്തിട്ട് വന്ന് ചെയ്യാൻ നോക്കി 2 ദിവസം ചെയ്ത് 3-ാമത്തെ ദിവസം ഉപ്പാന്റെ ഏട്ടൻ കലമ്പി വീട്ടിൽ നിന്ന് കലമ്പി നല്ല കൊണ്ട് ഇന്ന് ഉമ്മാവനെ ഫോട്ടോ എടുക്കാൻ 3 പുള്ളർ വന്നു ഞാനാ സാക്ഷി ഓടി ഉമ്മാടിക്ക് ഫോട്ടോ സെൽഫി എടുക്കുന്ന മെൻഷനുണ്ടാവും കളവന്റെ എല്ലാ വീഡിയോയിലുണ്ടാവും ഇന്നത്തെ സ്ട്രീമിലുണ്ടാവും ക്യാമറ വേണ്ട എനിക്ക് മാണ്ടല്ലോ നീ ആരാടാ ഇന്നെന്തിനാ ആവശ്യം എങ്ങനെങ്കിലും ഓനെ കാണിക്കണായിരുന്നു ഞാൻ കാണിക്കാം അങ്ങനെയല്ല ഞാൻ ക്യാമറമാൻ സുധീഷ് Say my name. Chat. Say my name. പൂട്ടിയ ജയ്മാലിക്കെങ്കിൽ 1 ജയ്മാലിക്കിൽ അനിയനെങ്കിൽ 2 മറ്റേ ഇവരെല്ലാരും കൂടി ചെയ്തല്ലേ വെക്കില്ല ഇതേപോലെ വിട്ടൂടാ വാ ഓടാ കൊച്ചിയിൽ രാത്രിയാന്നല്ലോ ഇതെന്താ ഇതിന്റെ ഒട്ട കണ്ണൂരല്ല ആ ഇത് നോക്ക് നീ ഈ ടൗൺ നോക്ക് ഇവിടെ മൊത്തം വെളിച്ചാണ് ഇവിടെ നോക്കിയത് എടാ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലടാ കണ്ണൂരില്ല അതല്ലേ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വെളിച്ച് ഈ രാത്രി കാണുന്നത് കണ്ണൂരിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇരുട്ടായിരിക്കും കൊച്ചിയിലുള്ള ആരുമില്ല എന്തിനാ ഞാൻ കൊച്ചി നീ സ്ഥിരമായിട്ട് കൊച്ചിയില്ല ഇല്ല തന്നെ നിനക്ക് വിശ്വാസം ഏതിലാ ചാർജില്ലാത്ത അത് നല്ലതെന്നാ ഞാൻ തോന്നുന്നു ധർമ്മല്ല അറളക്കട്ടി അങ്ങനെ ആണെങ്കിലും മൂലക്കേക്ക് നിന്റെ മൂടേണ്ട തോന്നുന്നു മനസ്സിലായില്ല നല്ല കാസർഗോഡ് കുഗ്രാമൂല്ലേ കാസർഗോഡ് കർണാടക ബോർഡർ എന്നാലും ധർലക്കട്ടി അറളക്കട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ ആരാണ് ജീവിക്കുന്നുള്ളൂ അപ്പൊ നീയോ എനിക്കെന്നാ പണി നീ ചെക്കനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലത്തെ ഇത് പഠിച്ചടാ നാളെ രാവിലെ നാളായിട്ട് എന്തായാലും പൂറ്റിനെ പോലത്തെ ഇത് നമുക്ക് വേണ്ട ഇതാ ഒരു താടി ഇവാ കണ്ടോ ഫുള്ള് താടിയാന്ന് 1.5 കൊല്ലം ഡ്രീം ചെയ്തിട്ട് 1.5 കൊല്ലം ഇവിടെ വരും വെച്ചിട്ട് ഒന്നല്ല ഇന്നലെയും കൂടി ചെയ്തിട്ടുള്ളൂ നീ മാസാവുമ്പോട്ടല്ലേ പഠിക്കാണ്ടിരിക്കുന്നത് നഷ്ടാക്കി തരായിരുന്നു വേറെ ഒരു നമ്മളും വരാം നമുക്ക് പോയിക്കൂടെ വിശക്കുന്നുണ്ട്
കോൾ കാസ്ട്രോ കാസ്ട്രോനെ വിളിക്കാം. ഉമ്മാമനല്ല പണ്ടേ അങ്ങനെടാ. ഉമ്മാമ ഫസ്റ്റ് വരുന്ന മുതൽ ഇങ്ങനെയാണ് ഉമ്മാമനെ പുറത്തിടുന്ന പറയല്. ഫേമസ് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു മനുഷ്യനാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ഫേമസ് ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. കാസ്ട്രോ എടുക്കുന്നില്ലടാ. ഇതൊരു കന്നഡ പൊട്ടനും കൂടിയാന്ന് ഞാൻ പറയാൻ പറഞ്ഞത്. എനിക്ക് കന്നഡ അറിയാം. ഡോക്കിനോട് ഹലോ ഡോക്കി എവിടെയല്ല എവിടെ അല്ല സ്ഥലം എവിടെ? കാസ്ട്രോ പോയാ? കുമ്പളങ്ങി ഇടുന്ന നമ്മളെ ഈ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? എടാ ഈ ക്രൗൺ പ്ലാസ എന്നെല്ലാം കൊറേ ദൂരം ഉണ്ടാടാ ഈ കുമ്പളങ്ങി? ഞാൻ നോക്കാം. എടാ മീറ്റ് ചെയ്താലോ 20 കിലോമീറ്റർ ഉണ്ടാ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എടാ കാസ്ട്രോക്ക് ഒന്ന് ഫോൺ കൊടുക്കോ? കാസ്ട്രോ ഉണ്ട് അടുത്തുണ്ടാ? കൊടുക്ക് ഫോൺ കൊടുക്ക്. കാസ്ട്രോ എടാ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല അത് പറയില്ല, സർപ്രൈസ് ആണ്. മീറ്റ് ചെയ്യാൻ പറ്റോ? ഇവിടെ മഴയുണ്ടോ? ഓ നമ്മ അങ്ങോട്ട് വരട്ടെ എന്നാ. നമ്മളിപ്പോ ഇവിടെ ക്രൗൺ പ്ലാസ. അല്ല നീ എന്താ പരിപാടി? അടുത്ത പരിപാടി എന്താ? ലുലുല. അപ്പൊ ഇന്ന് പുറത്തിറങ്ങുന്നില്ല? ഞാൻ നോക്കിട്ട് അങ്ങോട്ട് വരാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ എടാ നിന്റെ ഫോൺ എടാ ലൊക്കേഷൻ ഒന്ന് അയക്കണേ. ലൊക്കേഷൻ അയക്ക്. ഓക്കെ എന്ത് എടാ എന്റെ മാല പൊട്ടിച്ച്. ഇതേതാ എന്റത്? അത് നിന്റെതാ? ഇത് ലോക്കല് സാധനമാണ്. ഇത് എന്താ എന്താ സംഭവം? പിന്നെ സഫാരി അവര് നന്ന പാവം മനസ്സിലാണ്. ഒറ്റ പ്രശ്നമുള്ള ഇടക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടൂല. ചങ്ങായിക്ക് കൊറേ മെസ്സേജ് സോപ്പില്ലേ? 20 സോപ്പ് ഒരു മാസം വിറ്റതിന് ഓരോ ദിവസം ചെലവാക്കുന്ന വലിയ മുതലാളിയത്. സോപ്പ് പിന്നെ മുതലാളി പോലും. സോപ്പും വേറെ കമ്പനി എന്ത് സോപ്പിന്റെ പേരെന്താ? D1 ആ താനെ D1. നിങ്ങള് ഇതിന്റെ പേരല്ല സോപ്പിന്റെ പേരാ. അല്ലടാ എനിക്ക് 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നീ എങ്ങനെ ഈ കമ്പനി മൊത്തം ഇതാക്കി എടുത്തേ? ആ ചങ്ങായില്ലേ ഓന് 8
കൊല്ലം എന്തോ ബിസിനസ് നോക്കുന്നത് അതുപോലെ നടന്നില്ല. ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് മാനേജ് ചെയ്തിട്ട് അതിന്റെ റവന്യൂ അതിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് അത് ഇവിടെ ഇരിക്കുന്നത്. സ്നേഹം എന്നോട് ഒരു പൈസ അല്ല വലുത്, സ്നേഹം വലുത്. ഇതിനിപ്പോ എന്റെ 10 പൈസ ഇല്ല. 2550 തമാശ പറയല്ല, ഉമ്മ സത്യം. എന്റെ കൈവ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ കറന്റ് ഇല്ലാത്ര 2550 റുപ്യ. അല്ല ഞാൻ പറയാം 97,551 വിട്ടുപോയിക്കാതെ കൊടുത്തു. ഇത് കോടികൾ ടേൺ ഓവർ ഉള്ള കമ്പനി പോലെ കോടികളുണ്ടോ? ഞാൻ തമാശ ഇന്ത്യയിൽ കോടികളുണ്ടോ? ഇന്ത്യയിലൊന്നും ഇല്ല, ലൈവാണ്. അല്ല കോടികളുണ്ടെങ്കിൽ പറയണ്ട. എന്താണില്ല, കോടികളില്ല, കോടികളില്ല. സത്യം പറ, എത്ര കോടിയുണ്ട്? ഒരു കോടിയില്ല. പൈസ കുറച്ച് പൈസ കുറച്ച് പൈസ $10 വെള്ളപ്പ് വെച്ച് 500 നോട്ട് എടുത്തു. അവിടെ മൈൻഡ് സെറ്റിന്റെ വെച്ച് നോക്കുമ്പോ ഇത് രണ്ടും ഒരേ മൈൻഡ് ആട്ടാ. ഓനോന ഓന്റെ ഈ സ്നാപ്പ് ഉണ്ട്, ഓനെ അന്യാക്കാൻ നോക്കുന്നുണ്ട്. ശരിക്കും സത്യായിട്ട് സ്നേഹമുണ്ട്. ഞാൻ പോലും അറിയാണ്ട് ഞാൻ ഇതിനെപ്പോലെ ആകാൻ തുടങ്ങി. ഞാൻ ബ്രോക്കാന്ന് ഞാൻ തന്നെ പറഞ്ഞത് അതിനെ പോലെ ആകാൻ തുടങ്ങി ഇപ്പൊ ഇടക്കിടക്ക്. സ്നേഹം നമ്മൾ സ്നേഹം വലുത്, പൈസ വരും. എന്താണ് സ്നേഹം നമുക്ക്? കുറച്ച് പൈസ ഇതെന്താ